രാജ്യത്ത് ഇൻഡിഗോ വിമാന സർവീസുകൾ വ്യാപകമായി മുടങ്ങിയ വിഷയത്തിൽ വിമാന കമ്പനിക്കെതിരെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കടുത്ത നടപടിക്കൊരുങ്ങുന്നു. DGCA നൽകിയ നോട്ടീസിലാണ് ഇൻഡിഗോ CEO ഇന്ന് മറുപടി നൽകേണ്ടത്. റദ്ദായ ടിക്കറ്റുകൾക്ക് ഇന്ന് റീഫണ്ട് പൂർത്തിയാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് ഒരു അല്പനേരം നിന്നാൽ ഏറ്റവും കൂടുതൽ പറന്നു പോകുന്നത് ഇൻഡിഗോ വിമാനങ്ങളാണ്. ഇപ്പോൾ പറക്കാത്തതും അതേ ഇൻഡിഗോ വിമാനങ്ങളാണ്. വലിയ പ്രതിസന്ധിയിലാണ് ഇൻഡിഗോ എന്നറിയാം. അപ്പോഴാണ് ഇങ്ങനെ ഒരു നടപടി വരാനിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇരട്ടി പ്രതിസന്ധിയിലോ സമ്മർദ്ദത്തിലോ ഇൻഡിഗോ? കൃഷ്ണാജി, ഇൻഡിഗോ സർവീസുകളിൽ വന്നിട്ടുള്ള പ്രതിസന്ധി രാജ്യത്തെ വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഏത് വിമാനത്താവളം എടുത്തോ പരിശോധിക്കുമ്പോഴും രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ യാത്രക്കാർ കൂട്ടത്തോടെ എത്തി പരാതി പറയുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിമാന സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. പ്രതിദിനം 23,000-ൽ കൂടുതൽ സർവീസുകൾ ഇൻഡിഗോ കമ്പനി നടത്തുന്നുണ്ട്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരിശോധിക്കുമ്പോൾ ശരാശരി ഒരു ദിവസം 500-നും 600-നും ഇടയിലുള്ള സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അത് ജീവനക്കാരുടെ അപര്യാപ്തതയും കൂടാതെ സാങ്കേതിക പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇൻഡിഗോ സർവീസിന് പ്രതിസന്ധിയായിട്ടുള്ളത്. മുംബൈ, ഡൽഹി കൂടാതെ കൊൽക്കത്ത, ബംഗളൂരു, കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾ തുടങ്ങി എല്ലാ വിമാനത്താവളങ്ങളിലും ഇൻഡിഗോ സർവീസുകൾ മുടങ്ങിയതോടെ വലിയ ബഹളം യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ രാജ്യത്ത് വിമാന അപകടങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് ഒരു മാനദണ്ഡം DGCA പുറത്തിറക്കിയിരുന്നു. അതിന് തയ്യാറെടുപ്പുകൾ നടത്താൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനനുസൃതമായ ഒരു തയ്യാറെടുപ്പും ഇൻഡിഗോ നടത്താതിരുന്നതാണ് ഈ പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചത്. തുടർന്ന് DGCA മാനദണ്ഡങ്ങളിൽ ചെറിയ ഇളവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നൊരു പ്രാഥമിക നിഗമനം DGCAക്കുണ്ട്. നിലവിൽ കാരണം കാണിക്കൽ നോട്ടീസ് ഇൻഡിഗോയ്ക്ക് നൽകിയിട്ടുണ്ട്. നോട്ടീസിന്മേൽ ഇന്ന് ഇൻഡിഗോ CEO മറുപടി നൽകേണ്ടതാണ്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ DGCA ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരുന്നു. ഇൻഡിഗോ സർവീസുകളിലെ പ്രതിസന്ധിയെക്കുറിച്ച് പരിശോധിക്കുന്നതിനും എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടായത് എന്നത് പരിശോധിക്കുന്നതിനും ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടും ഒപ്പം ഇൻഡിഗോ CEO നൽകുന്ന വിശദീകരണവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തുടർ നടപടികൾ. അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ഇൻഡിഗോയ്ക്കെതിരെ കർശനമായ നടപടി DGCAയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും DGCA നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് സർവീസുകൾ എത്രയും വേഗത്തിൽ സാധാരണഗതിയിലാക്കാനുള്ള നിർദ്ദേശവും ഇതിനോടകം വ്യോമയാന മന്ത്രാലയം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി നേരിട്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും, സാധാരണഗതിയിലേക്ക് എത്തും എന്നുള്ള നിഗമനമാണ് വ്യോമയാന മന്ത്രാലയം നടത്തിയത്. അതായത് 48 മണിക്കൂറിനുള്ളിൽ ഇൻഡിഗോ വീണ്ടും കാര്യക്ഷമമായി പറക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷെ വലിയ പ്രതിസന്ധിയിലാണ് അവരിപ്പോഴും. അവർക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.